സർ, പല രാഷ്ട്രീയ പ്രമുഖരുൾപ്പെടെ ജനങ്ങളെ കബളിപ്പിച്ച് അവരിൽ നിന്ന് തട്ടിയെടുത്ത്, അതുപോലെ തന്നെ അഴിമതിയിലൂടെയൊക്കെ തട്ടിയെടുത്ത പണം മോദി സർക്കാർ പിടിച്ചെടുത്ത് തിരിച്ച് ജനങ്ങൾക്ക് തന്നെ നൽകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഏകദേശം 17,000 കോടി രൂപയോളം കൊടുത്തുവെന്നും പറയുന്നു. എന്താണ് ഇതിലെ വാസ്തവം? പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് റാലിയിലെ ഒരു പ്രസംഗത്തിൽ വന്നതാണ് ഈ വിവരം. അദ്ദേഹത്തിന് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഈ കാര്യം ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കാൻ പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഇത് ജനങ്ങളോട് പറയേണ്ട കാര്യം ഉണ്ട് എന്ന് അവസാന നിമിഷം അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഇന്നലെ പ്രചരണം കഴിഞ്ഞു. ഇന്നത്തോടുകൂടി നമ്മുടെ 1-ാം തീയതിയിലെ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനത്തെ പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷൻ പ്രചരണത്തിലെ അവസാനത്തെ സ്പീച്ചിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത്. അപ്പം അത് 17,000 കോടി രൂപയോളം ഇതുവരെയും പലരിൽ നിന്നും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കണ്ടെത്തിയ പണം ജനങ്ങൾക്ക് തന്നെ അതിന് അർഹതരായ ആൾക്ക് തിരിച്ചു കൊടുത്തു. ഈ പണത്തിൽ വരുന്ന ആയിരിക്കില്ല ഒരുപക്ഷെ നമ്മുടെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പണം. അതും ഇതുപോലെ അതിൽ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പൊന്നും ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ കരുവന്നൂരിലുള്ള നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടവർ ഭയങ്കര സമരവും സത്യാഗ്രഹവും ജാഥയും ഒക്കെ നടത്തിയ കാര്യം നമുക്ക് ഇലക്ഷന് മുമ്പ് അറിയാമല്ലോ. അപ്പോൾ അത് അവർക്ക് കൂടി ആശ്വാസകരമായി തീരുന്ന ഒരു പ്രഖ്യാപനമാണിത്. അവരുടെയും നഷ്ടപ്പെട്ട പണത്തിൽ കുറച്ചെങ്കിലും ഈ ഗവൺമെൻറ് കണ്ടെത്തിയ പണം എങ്കിലും അവർക്ക് തിരിച്ചു കിട്ടും. അത് പോയത് മുഴുവനും ആകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആകുന്നുണ്ടാവില്ല. കാരണം 300 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു കരുവന്നൂർ ബാങ്കിൽ. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ഏകദേശം 100 കോടിയോളം രൂപ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപക്ഷെ പല നിക്ഷേപങ്ങളിൽ CPMൻ്റെ അക്കൗണ്ടിൽ തൃശ്ശൂർ ബാങ്കുകളിൽ പല ബാങ്കുകളിലായി നിക്ഷേപമുണ്ട്. അതിലൊരു 10 കോടി രൂപയുടെ കേസ് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഈ നിക്ഷേപം, സംശയകരമായ നിക്ഷേപം, കണക്കിൽ പെടാത്ത സ്വത്ത്, സോഴ്സ് വെളിപ്പെടുത്താത്ത സ്വത്തുകൾ ഒക്കെ ഉണ്ട്. അതിലെല്ലാം ഗവൺമെൻറ് വസൂലാക്കി അർഹരായ ആളുകൾക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ കൊടുത്ത കാര്യത്തെക്കുറിച്ചാണ്. 17,000 കോടി കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം കള്ളപ്പണം നിക്ഷേപമായിട്ടുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണവുമുണ്ട്, ബിസിനസ്സുകാർ കണക്കിൽപ്പെടാത്ത പണമുണ്ട്, അവിഹിതമായി സമ്പാദിച്ചതുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയായി കിട്ടിയ പണവുമുണ്ട്. ഈ തരത്തിലാണ് ഈ വലിയ എമൗണ്ടുകൾ വരുന്നത്. പിന്നെ കൂടാതെ ഈ കള്ളക്കടത്തുകാർ, സ്വർണം കള്ളക്കടത്തുകാർ, അല്ലാതെയുള്ള ആയുധക്കടത്തുകാർ, ആയുധ വ്യാപാരികൾ, ഇവർക്കൊക്കെ പിന്നെ മയക്കുമരുന്ന് വ്യാപാരികൾ, ഇവരെയൊക്കെ പിടിക്കുമ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ട്സിൽ വരുന്ന കണക്കിൽപ്പെടാത്ത ധാരാളം സമാന്തര മണി ഇടപാടുകൾ ഇത് ഇന്ത്യയിൽ ഉണ്ട്. അത് നമ്മുടെ 2016 ഡിസംബറിലെ നോട്ട് നിരോധനത്തിന് ശേഷവും ഗവൺമെൻറ് ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വരികയാണ്. എല്ലാ മനുഷ്യരുടെയും സാമ്പത്തിക ഇടപാടുകളും അക്കൗണ്ടുകളും സൂക്ഷ്മമായിട്ട് ഗവൺമെൻറ്റിന് ഏത് നിമിഷവും പരിശോധിക്കാവുന്ന തരത്തിൽ ആധാർ ലിങ്ക്ഡാണിത്. അപ്പോൾ ഇതിൻ്റെ പരിശോധനാ വലയത്തിൽ പെടാത്തതാണ് ഈ കള്ളപ്പണം എന്ന് പറയുന്നത്. ആ തരം പണം ഗവൺമെൻറ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ അവിഹിത പണം ഇത്രയും ഭീമമായ തുക ഇവരുടെ അക്കൗണ്ടിൽ വന്നതെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിന് അർഹരായ ആൾക്ക് വിധിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. പിന്നെ ഇത് 1-ാം മോഡി സർക്കാർ വരുന്നതിന് മുമ്പ് നടത്തിയ ഒരു വാഗ്ദാനം, വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ കള്ളപ്പണം പിടിക്കുമെന്നായിരുന്നു. പണ്ടൊന്നും അങ്ങനെ ഇപ്പോൾ സ്വിസ് ബാങ്ക് ആയാലും മറ്റ് വിദേശ ബാങ്കുകളായാലും അവിടെയൊക്കെ ഈ പിന്നെ നികുതി വെട്ടിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് പണമുണ്ട്. അതെല്ലാം കറപ്റ്റ് മണിയാണ്, അഴിമതി പണമാണ്. ഇവ കണ്ടെത്തി ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്ന് പൊതു ഉടമയിലാക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ്. ഒന്ന്, ഈ വിദേശ ബാങ്കുകളെ കൊണ്ട് ഇടുന്നത് ഇത് സേഫായിട്ടുള്ള നിക്ഷേപം
ഇതിന് രഹസ്യ സ്വഭാവമുണ്ട്. ഇപ്പോൾ സ്വിസ് ബാങ്ക് അക്കൗണ്ടൊക്കെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ സുസാധ്യമായ കാര്യമല്ല. പക്ഷേ ഗവൺമെൻറ് ലെവലിൽ ശ്രമിച്ചാൽ ഒരുപക്ഷെ നടന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാഗ്ദാനം ഗവൺമെൻറ് നടത്തിയത്. പക്ഷേ ഇതുവരെയും അങ്ങനെയുള്ള വിദേശ ബാങ്കുകളിലുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കള്ളപ്പണമുള്ളത് രാഷ്ട്രീയക്കാർക്കാണ്. അത് ആരാണെന്നൊക്കെ നമുക്ക് പ്രതിപക്ഷത്തുള്ള പ്രമുഖ പല നേതാക്കൾക്കും വിദേശ ബാങ്കുകളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒരു വാർത്ത വന്നിരിക്കുകയാണ്, വിദേശ ബാങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ നിക്ഷേപത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് കേസസ് ഉണ്ട്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതൊന്നും ഇങ്ങനെ അവിഹിതമായി ഒഴുകിപ്പോയ ഇന്ത്യയിലെ സ്വത്ത്, ഈ സമ്പത്ത് അത് ഇന്ത്യക്കാരുടേതാണ്, അത് രാജ്യത്തിൻ്റേതാണ്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി ഇന്ത്യ സ്വീകരിക്കും എന്നായിരുന്നു ഒന്നാം മോഡി സർക്കാരിൻ്റെ വാഗ്ദാനം. അത് പക്ഷേ ഏറെ മുന്നോട്ട് പോയില്ല. ഈ വിദേശത്തുള്ള നിക്ഷേപം മുഴുവനും നമുക്ക് കെട്ടി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യക്കകത്ത് പിടിക്കപ്പെട്ടതാണ് ഈ 17,000 കോടിയുടെ കാര്യം മോഡി ഇന്നലെ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതുപോലെ ആ തരം പ്രവർത്തനം ഇനിയും തുടരും അദ്ദേഹം. അപ്പോൾ നമുക്ക് ഇതുപോലെ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പല ധനവും പാവപ്പെട്ട നാട്ടുകാർക്ക് തിരിച്ചു കിട്ടിയെന്ന് വരാം. സാർ, ഈ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ആ തട്ടിപ്പിൽ പോയ പണമൊക്കെ മോദി സർക്കാർ തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു വാഗ്ദാനം മോദി സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ച സ്ഥിതിക്ക് അത് CPM ഏറ്റവും ഒരു അടിയായി പോകത്തില്ലേ? CPM ഒരു അടി തന്നെയാണ്. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസ് തന്നെ CPM നെതിരെയാണല്ലോ. CPM ഭരിക്കുന്ന ബാങ്ക്, CPM നേതാക്കൾ പ്രതികളായി ഉൾപ്പെട്ട ഒരു ഭീമമായ ബാങ്ക് കൊള്ള. അതിൽ ഒരു മുൻ മന്ത്രി, CPMൻ്റെ ഒരു മുൻ മന്ത്രി, അവിടുത്തെ ജില്ലാ സെക്രട്ടറി അടക്കം എല്ലാവരും EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായല്ലോ. ഇനിയും ആ കേസ് തുടരുകയാണ്. അപ്പോൾ അവിടുന്ന് ഈ അവിഹിതമായി തട്ടിക്കൊണ്ടുപോയ പല ബിനാമികളുടെയും പേരിൽ തട്ടിക്കൊണ്ടുപോയി ഭൂമിയിൽ നിക്ഷേപിച്ചതുകൊണ്ട്, അല്ലാതെ വസ്തുവകളിൽ പലതരത്തിലുള്ള നിക്ഷേപമായി. ഇതിൻ്റെയൊക്കെ രേഖകൾ കണ്ടെത്തി അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തും. പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ അതിലിടപെടുമ്പോൾ ഈ ഒളിച്ചു വച്ചിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളിലൂടെ മറച്ചു വച്ചിരിക്കുന്ന ഈ തരം പൊതുസ്വത്ത് തിരിച്ചു കൊണ്ടുവരും. ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഒളിച്ച് സമ്പാദിച്ച ഇതെല്ലാം കണ്ടെത്താൻ പറ്റും. അത് ഏജൻസി മാറി മാറി വരണം. ED മാറി അതൊക്കെ CBI അന്വേഷിക്കുന്ന ഒരു തരത്തിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. കരുവന്നൂർ കേസിൽ സത്യം പറഞ്ഞാൽ CPM ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോദി സർക്കാർ ഇങ്ങനെയൊരു വാഗ്ദാനം പുറപ്പെടുവിക്കുന്നത് തന്നെ. അത് ആദ്യം തൃശ്ശൂരിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഈ കേസിൽ രാഷ്ട്രീയമായും അല്ലാതെയും ഇടപെട്ടു. അവിടെ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വലിയൊരു റാലി നയിച്ചു. അത് പൊതുശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിൻ്റെ അഴിമതിയുടെ വ്യാപ്തി ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്ന ഒരു പ്രചരണ തന്ത്രമായിരുന്നു അത്. അതുകൂടാതെ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി വ്യക്തിപരമായി പ്രധാനമന്ത്രിയോട് ഈ കരുവന്നൂരിലെ പണം നഷ്ടപ്പെട്ട പാവങ്ങളുടെ ആവലാതി പരിഹരിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് ഉറപ്പ് കൊടുത്തു. ആ പണം തിരിച്ച് അവർക്ക് കിട്ടത്തക്ക തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ED കണ്ടെത്തുന്ന ഈ പണം ആ നിക്ഷേപകർക്ക്, പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടും. സർ, മോദി ഈ വാഗ്ദാനം പാലിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയും ഇതുപോലെ തട്ടിപ്പിനിരയായിട്ടുള്ള ആൾക്കാർക്ക് നീതി കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനന്തമായ കാത്തിരിപ്പ്, അവർ മരിച്ചാലും ബന്ധുക്കൾക്ക് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ രീതി ഉണ്ടാവില്ല. ഈ പിടിച്ചെടുക്കുന്ന പണം അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.